തിങ്കളാഴ്ച ആയിരുന്നതിനാൽ ഹോസ്പിറ്റലിൽ നല്ല തിരക്ക്. സെക്യൂരിറ്റി ജീവനക്കാർ വരുന്ന വാഹനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഓടി നടക്കുന്നു. വണ്ടിയിൽ നിന്നും മാധവൻ നായരും ഭാര്യയും ഇറങ്ങി. മാധവേട്ട, സൂക്ഷിച്ച്, ദാ അവിടെ ഇരിക്കാം. അവൾ അയാളെ താങ്ങിപ്പിടിച്ചു. അയാൾ ഉറക്കെ ചിരിച്ചു. ഷോ മാധവേട്ട, ഒന്ന് പതുക്കെ. അല്ലെങ്കിൽ തന്നെ മാധവേട്ടൻ എന്തിനാ ഇപ്പോൾ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ. ചെറിയൊരു നെഞ്ചിന് വേദന വന്നപ്പോൾ തന്നെ എന്നെ വലിയൊരു അസുഖക്കാരനാക്കിയില്ലേ താൻ. മാധവേട്ട, അസുഖമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നതേ ഡോക്ടറാ. അവരുടെ ജോലി തൽക്കാലം മാധവേട്ടൻ നോക്കണ്ടേട്ടോ. അവളുടെ സംസാരവും ആക്ഷനും കണ്ടിട്ട് വീണ്ടും അയാൾക്ക് ചിരി വന്നു. ഓ, ഉത്തരവ്. മാഡം ചെന്ന് ചീട്ടെടുത്തിട്ട് വാ. അയാൾ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നത് കണ്ടപ്പോൾ അവളും ചിരിച്ചു. ദാ അവിടെ ഇരുന്നു ഏട്ടാ, ഞാൻ പെട്ടെന്ന് വരാം. അവൾ ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് അയാൾ ഇരുന്നു. വീണ്ടും ചെറുതായി ഒരു നെഞ്ചുവേദന വരുന്നു. ശരീരം ചെറുതായി വിയർക്കുന്നു. ചെറിയൊരു അസ്വസ്ഥത തോന്നി അയാൾക്ക്. മാധവേട്ടാ, വാ, എണീക്ക്. 30 ടോക്കൺ. ഡോക്ടർ ഹരിശങ്കർ എന്ന് പറഞ്ഞു അവർ. തിരക്കുള്ള ഡോക്ടറാണത്രേ. നമുക്ക് ഡോക്ടറുടെ OPയിൽ വെയിറ്റ് ചെയ്യാം. മിഥുന, അതാണ് അവളുടെ പേര്. അതിസുന്ദരി. ഭർത്താവ് മാധവൻ നായർ. ആ നാട്ടിലെ സമ്പന്നൻ, സദാ സരസൻ, എപ്പോഴും തമാശകൾ കൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്ന മനുഷ്യൻ, പരോപകാരി. തങ്ങളുടെ ഊഴവും കാത്ത് അവർ ഇരുവരും ഇരുന്നു. മിഥുനയുടെ മുഖം ആകെ വിഷമത്തിലാണ്. ഓരോരോ തമാശകൾ പറഞ്ഞുകൊണ്ട് അയാളും. മാധവൻ നായർ, സിസ്റ്റർ വിളിക്കുന്നത് കേട്ട് അവർ ഡോക്ടറുടെ റൂമിൽ കയറി. ഇരിക്കുവാൻ ഡോക്ടർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവർ ഇരുവരും ഡോക്ടറുടെ മുന്നിലായി കസേരയിൽ ഇരുന്നു. മിഥുനയും ഡോക്ടറും പരസ്പരം കണ്ട നിമിഷം രണ്ടുപേരും ചെറുതായി ഒന്ന് ഞെട്ടി. മിഥുന? ഡോക്ടർ മന്ത്രിച്ചു. ഹരിയേട്ടൻ? അവളും അറിയാതെ പറഞ്ഞുപോയി. ഒരു നിമിഷം പരിസരം മറന്ന് അവരിരുവരും നോക്കിയിരുന്നു. അല്ല, ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? ഞാനാ രോഗി? അല്ല, ഡോക്ടർ ഇതിനു മുമ്പ് ഇയാളെ അറിയുമോ? മാധവൻ നായരുടെ ആ ചോദ്യമാണ് അവരെ ഉണർത്തിയത്. അതേ മാധവേട്ട, കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു ഹരിയേട്ടൻ. അവൾ പറഞ്ഞൊപ്പിച്ചു. ഹരിയേട്ട, ഇതെൻ്റെ ഭർത്താവ്. അത് കേട്ടപ്പോൾ ഹരിശങ്കർ ഞെട്ടിപ്പോയി. മിഥുനയുടെ ഭർത്താവ്? മാധവൻ നായർ വീണ്ടും ചിരിച്ചു. അതെ, ഭർത്താവ് തന്നെ. 50 വയസ്സുള്ള എനിക്ക് 35 വയസ്സുള്ള ഇവൾ ഭാര്യയായത് എങ്ങനെയെന്നല്ലേ ഡോക്ടർ ചിന്തിച്ചത്? അതെല്ലാം ഒരു നിയോഗമാണ് ഡോക്ടർ. മാധവേട്ട, വീണ്ടും എന്തോ പറയുവാൻ വന്നു അയാളെ അവൾ ശാസന രൂപേണ നോക്കി. അയാൾ ചിരിച്ചു. എന്താണ് വന്നത്? ഡോക്ടർ ചോദിച്ചു. ഓ, ഒന്നുമില്ല ഡോക്ടർ, ഒരു ചെറിയ നെഞ്ചുവേദന. ഗ്യാസ് കയറിയതോ മറ്റോ ആവാം. ഇവൾ സമ്മതിക്കണ്ടേ? ഓഹോ, നോക്കട്ടെ. ചിരിച്ചുകൊണ്ട് ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു. എന്തായാലും വന്നതല്ലേ, നമുക്ക് 1-2 ടെസ്റ്റുകൾ നടത്തിക്കളയാം. ECG ഒന്ന് നോക്കണം. ഡോക്ടർ ടെസ്റ്റിന് കുറിച്ചു. സിസ്റ്റർ അവരെയും കൊണ്ട് ലാബിലേക്ക് പോയി. മിഥുനയുടെയും ഹരിശങ്കറിൻ്റെയും മനസ്സിൽ പലതും മിന്നിമായുകയായിരുന്നു അപ്പോൾ. 1-2 മണിക്കൂറുകൾക്ക് ശേഷം റിസൾട്ടുമായി അവർ വീണ്ടും ഹരിയെ കാണാനെത്തി. ഹരിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. എന്താ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങൾ പൊയ്ക്കോട്ടെ? മാധവൻ നായർ ചോദിച്ചു. ഏയ്, കുഴപ്പമൊന്നുമില്ല. BP ഇത്തിരിയുണ്ട്. ECGയിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നു. നമുക്ക് ഇന്നൊരു ദിവസം അഡ്മിറ്റാകാം. ഹരിയേട്ടാ, എൻ്റെ മാധവേട്ടൻ? മിഥുന കരയാൻ തുടങ്ങി. ഏയ്, ഒന്നുമില്ലടോ. കണ്ടോ, നിനക്ക് സമാധാനമായല്ലോ. ഞാൻ അടങ്ങിയിരിക്കുന്നില്ല എന്ന പരാതിയല്ലേ? ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ അങ്ങ് കൂടാമടൂ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരെ സിസ്റ്റർ റൂമിലാക്കി. ഇഞ്ചക്ഷൻ എടുക്കാൻ സിസ്റ്റർ വന്നു. ആ, തുടങ്ങിയല്ലോ കലാപരിപാടികൾ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പെണ്ണെ, നിന്റെ ഒരു കാര്യം. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം അയാൾ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു. മിഥുന തൻ്റെ ഭൂതകാലത്തിലേക്കും. കോളേജിൽ തന്നെയും കാത്ത് എന്നും നിൽക്കുന്ന ഹരിയേട്ടൻ ആദ്യമായി പ്രണയം തന്നോട് തുറന്നു പറഞ്ഞത്, പരസ്പരം ആഗ്രഹങ്ങളും മോഹങ്ങളും പങ്കുവച്ചത്, തങ്ങളുടെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ പെട്ടെന്ന് തളർന്നു വീണത്, അമ്മയും 3 അനിയത്തിമാരെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ദിനങ്ങൾ, ഹരിയേട്ടൻ്റെ ആശ്വാസവാക്കുകൾ. ഹരിയേട്ടൻ ഞങ്ങളുടെ പ്രണയകഥ വീട്ടിൽ അറിയിച്ചു. ഹരിയേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്നെ. ഇത്രയേറെ ബാധ്യതകൾ ഉള്ള പെണ്ണിനെ കെട്ടുവാൻ അവർ സമ്മതിച്ചില്ല.
അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ ഹരിയേട്ടനും നിസ്സഹായനായപ്പോൾ തന്നെ കൈപിടിച്ചുയർത്തിയത് തൻ്റെ മാധവേട്ടനായിരുന്നു. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ചിന്തയിൽ നിന്നും അവൾ ഉണർന്നത്. വാതിൽ തുറന്നു. സിസ്റ്റർ ആയിരുന്നു. മാഡം, ഡോക്ടർ വിളിക്കുന്നു. അവൾ അവരെ അനുഗമിച്ചു. മിഥുനയെ കണ്ട് ഹരിശങ്കർ ഇരിക്കുവാൻ പറഞ്ഞു. മിഥു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. മാധവൻ നായർ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണ്ടിവരും. ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമം. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. സർജറിക്ക് കയറ്റുമ്പോൾ മാത്രം തന്നെ എപ്പോഴും ചിരിപ്പിക്കുന്ന മാധവേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു. താൻ കരയണ്ടടൂ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും എന്ന് യാത്ര പറഞ്ഞു പോയി. ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലെ വാലിക്കാരി വന്ന് മിഥുനയെ വിളിച്ചു. ഹരിശങ്കറും അമ്മയും കൂടെ 5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും. അവരെ ക്ഷണിച്ചിരുത്തി. കൂടെ വന്ന കുഞ്ഞിനെ മടിയിലിരുത്തി. അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? ഒരിക്കലുമില്ലമ്മേ. എല്ലാ അമ്മമാരും ചെയ്യുന്നതേ അമ്മയും ചെയ്തുള്ളൂ. ഈ അമ്മ ചെയ്ത തെറ്റിന് അമ്മ തന്നെ പരിഹാരം കാണട്ടെ. അവൾ സംശയത്തോടെ അമ്മയെ നോക്കി. അവർ പറഞ്ഞു തുടങ്ങി. അന്ന് എൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഹരി നിന്നെ വേണ്ടെന്ന് വെച്ചു. അതേ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി മറ്റൊരു വിവാഹവും കഴിച്ചു. കാലക്രമേണ അവളെ സ്നേഹിക്കാനും തുടങ്ങി. ഒരു കുഞ്ഞും പിറന്നു. എന്നാൽ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് അവൾ അവനെ സ്നേഹിച്ചതേയില്ല. എന്തോ നിസ്സാര കാര്യത്തിന് അവൾ അവനെയും ഈ കുഞ്ഞിനെയും വിട്ടിട്ട് പൊയ്ക്കളഞ്ഞു. നീ ഇനി എൻ്റെ കുഞ്ഞിന് കൂട്ടാവണം. അവൻ്റെ മോന് അമ്മയാവണം. അവർ അത് പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞു. ഹരിശങ്കർ തല കുനിച്ചിരുന്നു. മോൾ, എന്തെങ്കിലും ഒന്ന് പറയൂ. നീ വരില്ലേ ഞങ്ങൾക്കൊപ്പം? പ്രത്യാശയോടെ അവരിരുവരും അവളെ നോക്കി. അവൾ ആ കുഞ്ഞിനെയും അവരെയും മാറി മാറി നോക്കി. വരില്ല. അവളുടെ ഉറച്ച ശബ്ദം കേട്ട് അവർ ഒരേപോലെ ഞെട്ടി. അമ്മ, ജീവിതം തകർന്നു പോയിടത്ത് നിന്നും എന്നെ കൈപിടിച്ചുയർത്തിയത് എൻ്റെ മാധവേട്ടനാണ്. എൻ്റെ സഹോദരന്മാരെ പഠിപ്പിച്ച് കല്യാണം കഴിച്ചയച്ചു. മരിക്കുന്നതുവരെ അച്ഛനമ്മമാരെ പരിപാലിച്ചു. ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന മാധവേട്ടനെയും എന്നെയും ചേർത്ത് കഥകൾ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയപ്പോൾ എൻ്റെ നിർബന്ധം കൊണ്ടാണ് മാധവേട്ടൻ എന്നെ താലി കെട്ടിയത്. ഒരു കുഞ്ഞിനെ ഒഴികെ മറ്റെല്ലാം മാധവേട്ടൻ എനിക്ക് തന്നു. ഒരിക്കലും ഈ കുഞ്ഞിന് ഞാൻ ഒരമ്മയാകില്ല. അവന് അറിവായി തുടങ്ങിയിരിക്കുന്നു. അവൻ ആവശ്യം അവൻ്റെ അമ്മയെയാണ്. നിങ്ങൾ അവൻ്റെ അമ്മയെ പോയി കാണൂ. ചിലപ്പോൾ അവർ അത് കാത്തിരിക്കുകയാണെങ്കിലോ? എനിക്ക് ഈ ജന്മം എൻ്റെ മാധവേട്ടനെ മാത്രം മതി. മരണത്തിലും എന്നോടൊപ്പമുണ്ട് ആ സാമീപ്യം. അത് മതി എനിക്ക്. എനിക്കിനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. അതിലൂടെ എൻ്റെ മാധവേട്ടൻ ജീവിക്കും. അവൾ അത് പറയുമ്പോൾ ഭിത്തിയിൽ തറച്ചിരുന്ന മുല്ലമാല കൊണ്ട് അലങ്കരിച്ച ആ ഫോട്ടോയിൽ അവളുടെ മാധവേട്ടൻ ചിരിക്കുന്നതായി തോന്നി അവൾക്ക്. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.